ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സാധാരണ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, നീ അവളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് ഏറ്റവും നല്ലത്, നീ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, നമ്മൾ അവരുമായിട്ട് തർക്കിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, നന്നായിട്ട് പഠിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും നല്ലത് അല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അവന് ഏറ്റവും നല്ലത്, നമ്മൾക്ക് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. പല കാര്യങ്ങളും പറയാറുണ്ട് അല്ലേ. ഒരു ഡോക്ടറെ പോയി കാണുന്നതാണ് അവൾക്ക് നല്ലത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അവൾക്ക് ഏറ്റവും നല്ലത് ഇതാണ്, അവളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്, അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇതാണ്, ഹാഡ് ബെറ്റർ. ഈ ഹാഡ് ബെറ്റർ എന്നത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. ഹാഡ് ബെറ്റർ നമ്മളൊരു സബ്ജക്റ്റ് പറയാം, യു, ഹി, ഷീ, ഐ, വി, ഏത് വേണമെങ്കിലും പറയാം. അതിനുശേഷം നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഐ ഹാഡ് ബെറ്റർ, എനിക്ക് ഏറ്റവും നല്ലത്, യു ഹാഡ് ബെറ്റർ, നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഷീ ഹാഡ് ബെറ്റർ, അവൾക്ക് ഏറ്റവും നല്ലത്, ഇത്തരത്തിലാണ് അർത്ഥം വരുന്നത്. ഇനി ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നതെന്ന് ആദ്യം പറയണ്ടേ, എന്നിട്ടാണല്ലോ എക്സാമ്പിൾ പറയേണ്ടത്. ഓക്കെ, നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഹാഡ് ബെറ്റർ കൂടുതലായിട്ട് ഉപയോഗിക്കുക. കൂടുതലായിട്ടല്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത്. ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട്, അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, പൊതുവായിട്ടുള്ള ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഞാനിങ്ങനെ പറയാണ്, നിങ്ങൾ എല്ലാ ദിവസവും 2 നേരം പല്ല് തേക്കുന്നത് ആണ് ഏറ്റവും നല്ലതെന്ന് പറയാണ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ 2 നേരം പല്ല് തേക്കുന്നതാണ് നല്ലത് എന്ന് പറയാണ്. അവിടെ നമ്മൾ ഹാഡ് ബെറ്റർ അല്ല ഉപയോഗിക്കുന്നത്, അവിടെ നമ്മൾ ഷുഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത് എവിടെയാണ്? നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഉപദേശം കൊടുക്കുന്ന സമയത്ത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. നീ അവളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് നല്ലത്. കാരണം ഇനിയും പറഞ്ഞില്ലെങ്കിൽ എന്തോ സംഭവിക്കാനുണ്ട്, അതിൻ്റെ കോൺസിക്വൻസസ് വളരെ വലുതായിരിക്കും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത്തരം സാഹചര്യത്തിൽ നിർണായക ഘട്ടങ്ങളിൽ നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ഹാഡ് ബെറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില വാചകങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ അതുപോലെ തന്നെ വാചകങ്ങൾ ഉണ്ടാക്കി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാഡ് ബെറ്റർ. ആദ്യം നമ്മൾ പറഞ്ഞ ആ സെൻറ്റൻസിനെ നമുക്ക് നോക്കാം. നീ അവളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്, യു ഹാഡ് ബെറ്റർ ടെൽ ഹർ എവറിത്തിങ്. യു ഹാഡ് ബെറ്റർ ടെൽ ഹർ എവറിത്തിങ്. നീ അവളോട് എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഹാഡ് ബെറ്റർ എന്നത് ഉപയോഗിക്കുന്നു. അതിനുശേഷം എന്താണോ ആ നല്ല കാര്യം അത് നമ്മൾ പറഞ്ഞാൽ മതി. യു ഹാഡ് ബെറ്റർ ടെൽ ഹർ, അവളോട് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ചില എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ സ്കൂളിൽ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ സ്കൂളിലെ കുട്ടികളാണെങ്കിൽ അധ്യാപകരില്ലെങ്കിൽ വരാന്തയിലായിരിക്കും. അധ്യാപകരാണെങ്കിൽ ഹെഡ് മാസ്റ്റർ ആ പരിസരത്തേക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റാഫ് റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ബോസ് പുറത്തു പോയ സമയത്ത് ഒരല്പം ഫ്രീ കിട്ടി, ഒരു ശ്വാസം വിടാനുള്ള അവസരം കിട്ടി, ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഈ ബോസ് തിരിച്ചു വരാനായി, അല്ലെങ്കിൽ വരാനായ ഒരു സമയം ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. ആ സമയത്ത് കൂട്ടത്തിൽ ഒരാൾ പറയാണ്, പിന്നെ നമുക്ക് വർക്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്, നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ നടപടി ഉണ്ടാവും അല്ലേ. ഹെഡ് മാസ്റ്റർ വന്നാൽ ചോദിക്കും, നിങ്ങൾക്ക് എന്താ അവിടെ ജോലി, പണിയൊന്നുമില്ലേ? അല്ലെങ്കിൽ ബോസ് വന്നാൽ ചോദിക്കും, വെറുതെ ഇരിക്കുകയാണോ, അതിനാണോ ശമ്പളം തരുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കില്ല, അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, വി ഹാഡ് ബെറ്റർ ഗെറ്റ് ബാക്ക് ടു വർക്ക്. വി ഹാഡ് ബെറ്റർ ഗെറ്റ് ബാക്ക് ടു വർക്ക്. നമുക്ക് ഏറ്റവും നല്ലത് വർക്കിലേക്ക് തന്നെ തിരിച്ച് പോകുന്നതാണ്. വി ഹാഡ് ബെറ്റർ ഗെറ്റ് ബാക്ക് ടു ക്ലാസ്. നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ പിന്നെ നടപടികൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, വി ഹാഡ് ബെറ്റർ ഗെറ്റ് ബാക്ക് ടു
were. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷന് പോവാണ്, ഒരു ഹോട്ടലിൽ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷനിൽ നമുക്ക് 4 മണിക്ക് എത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ പറയാണ് വി ഹാഡ് ബെറ്റർ റീച്ച് ദ ഹോട്ടൽ അറ്റ് 4 PM. വി ഹാഡ് ബെറ്റർ റീച്ച് ദ ഹോട്ടൽ അറ്റ് 4 PM. 4 മണിക്ക് തന്നെ ഹോട്ടലിൽ നമ്മൾ എത്തുന്നതാണ് ഏറ്റവും നല്ലത്. എൽസ് അല്ലാത്ത പക്ഷം എന്താണ്, നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല, നമുക്ക് ആ ഫംഗ്ഷൻ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു കോൺസിക്വൻസസ് ഉണ്ട്. അതുകൊണ്ട് പറയാണ് വി ഹാഡ് ബെറ്റർ റീച്ച് ദ ഹോട്ടൽ അറ്റ് 4 PM. 4 മണിക്ക് തന്നെ നമ്മൾ ഹോട്ടലിൽ എത്തുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഹോട്ടൽ എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് വി ഹാഡ് ബെറ്റർ റീച്ച് ദ എയർപോർട്ട് അറ്റ് 4 PM. നമ്മൾ 4 മണിക്ക് എയർപോർട്ടിൽ എത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. വി ഹാഡ് ബെറ്റർ റീച്ച് ദ സ്റ്റേഷൻ അറ്റ് 3 PM. നമ്മൾ 3 മണിക്ക് സ്റ്റേഷനിൽ എത്തുന്നതാണ് ഏറ്റവും നല്ലത്. ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ പതുക്കെ 3 മണിയാകുമ്പോഴേക്ക് എത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഹാഡ് ബെറ്റർ വെച്ചിട്ട് പറയാം. ഇനി ഹാഡ് ബെറ്ററിൻ്റെ കൂടെ നോട്ട് ചേർത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ തന്നെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, പോകാതിരിക്കുന്നതാണ് നല്ലത്, അവരോട് കശപിശ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്, അവനവൻ്റെ തടിക്കാതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഹാഡ് ബെറ്റർ നോട്ട് വെച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളോട് ചില ആളുകൾ മെസ്സ് ചെയ്യാൻ വന്നു, തർക്കിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ചില ആളുകൾ പിറകെന്ന് പറഞ്ഞു കേട്ടോ, മക്കളെ അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല, അത് അങ്ങനെയുള്ള ഒരു ടീമാണ്, നിങ്ങൾ കിട്ടിയത് വാങ്ങിയിട്ട് പൊക്കോളും, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട, തർക്കിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ കശപിശക്ക് നിൽക്കണ്ട, അതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം കിട്ടുമ്പോൾ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത് ആ ഭാഗത്തുനിന്നാണ്. അതുകൊണ്ട് അവരോട് തർക്കിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അത്തരം ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ നോട്ട് കൂടെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. യു ഹാഡ് ബെറ്റർ നോട്ട് ഫൈറ്റ് വിത്ത് ഹിം. യു ഹാഡ് ബെറ്റർ നോട്ട് ഫൈറ്റ് വിത്ത് ഹിം. അപ്പോൾ നിങ്ങൾക്ക് ഹാഡിൻ്റെ ഒക്കെ ഉപയോഗിച്ചാൽ പോരെ, ഹാഡിൻ്റെ ബെറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയില്ല. ഹാഡിൻ്റെ ബെറ്റർ അല്ല, നമ്മൾ ഹാഡ് ബെറ്റർ അതിന് ശേഷമാണ് നമ്മൾ നോട്ട് ഉപയോഗിക്കേണ്ടത്. യു ഹാഡ് ബെറ്റർ നോട്ട് ഫൈറ്റ് വിത്ത് ഹിം, അല്ലെങ്കിൽ ഫൈറ്റ് വിത്ത് ദം. നിനക്ക് അവരോട് ഫൈറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, നിനക്ക് അവനോട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാതിരിക്കുന്നതാണ്, കശപിശ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. കാരണം കിട്ടിയാൽ കൂടുതലും നീ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് യു ഹാഡ് ബെറ്റർ നോട്ട് ഫൈറ്റ് വിത്ത് ദം, അല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ നോട്ട് ഫൈറ്റ് വിത്ത് ഹിം. അപ്പോൾ അവിടെ നോട്ട് ചേർത്ത് എന്താ മനസ്സിലായില്ലേ, തർക്കിക്കാതിരിക്കുന്നതാണ്, ഫൈറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ഹാഡ് ബെറ്റർ നോട്ട് ടെൽ ഹെർ എവറിത്തിങ്. അവളോടെല്ലാം പറയാതിരിക്കുന്നതാണ് നല്ലത്. അവളോട് പറഞ്ഞാൽ അത് നാട്ടിലാകെ ഫ്ലാഷ് ആവും. അതുകൊണ്ട് അവളോട് എല്ലാം തുറന്നു പറയാതിരിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നീ അത്യാവശ്യത്തിന് വേണമെങ്കിൽ പറഞ്ഞു, പക്ഷെ മുഴുവനായിട്ട് നീ തുറന്നു പറയാതിരിക്കുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ നോട്ട് ടെൽ ഹെർ എവറിത്തിങ്. അവളോട് എല്ലാം പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരുപക്ഷെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, ഹാഡ് ബെറ്റർ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ഉപദേശം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനും ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഒരു ഉപദേശം ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഡ് ബെറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ? അല്ലേ, അയാളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണോ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നതാണോ നല്ലത്? ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, ഫ്രണ്ട് പറയണേ അതാണോ നല്ലത്, അദ്ദേഹം പോയി കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരിക, അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് നീ തുറന്നു പറയുന്നതാണ്, സംസാരിക്കുന്നതാണ് നല്ലത്. അല്ലേ, ഇത്തരത്തിൽ നമുക്ക് അതാണോ നല്ലത് എന്ന് ചോദിക്കാറുണ്ട്, ഉപദേശം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? യെസ്, ഇങ്ങനെയാണത് പറയുന്നത്. ഹാഡ് ഐ ബെറ്റർ സ്പീക്ക് ഹിം before he go. Had I better speak him before he go. ഇവിടെ കണ്ടോ നിങ്ങൾ, ഹാഡ് ഐ എന്നാണ് ഉപയോഗിച്ചത്. നേരത്തെ ഐ ഹാഡ് ബെറ്റർ എനിക്ക് ഏറ്റവും നല്ലത് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. യു ഹാഡ് ബെറ്റർ, ഷീ ഹാഡ് ബെറ്റർ. നമ്മളിവിടെ ചെയ്യേണ്ട ട്രിക്ക് ഇത്ര മാത്രമാണ്. നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ആ സബ്ജക്റ്റിനെയും ഹാഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഐ ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞതിന് പകരം ഹാഡ് ഐ എന്നാക്കുക, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. ഹാഡ് ഐ എന്നാക്കുക. ഐ ഹാഡിന് പകരം ഹാഡ് ഐ, യു ഹാഡിന് പകരം ഹാഡ് യു, ഷീ ഹാഡിന് പകരം ഹാഡ് ഷീ, ഇങ്ങനെ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാക്കുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഹാഡ് ഐ ബെറ്റർ സ്പീക്ക് ഹിം ബിഫോർ ഹി ഗോ. ഹാഡ് ഐ ബെറ്റർ സ്പീക്ക് ഹിം ബിഫോർ ഹി ഗോ. മൂപ്പര് പോകുന്നതിന് മുമ്പ് മൂപ്പരോട് സംസാരിക്കുന്നതല്ലേ നല്ലത്? പോയി കഴിഞ്ഞിട്ട് മൊബൈലിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് പോകുന്നതിന് മുമ്പ് സംസാരിക്കുന്നതല്ലേ, തീരുമാനമാക്കുന്നതല്ലേ ഏറ്റവും നല്ലത്? യെസ്. അപ്പോൾ ഹാഡ് ഐ,
അപ്പോൾ ഒരു ക്വസ്റ്റ്യനും നമുക്ക് ചോദിക്കാം. മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചില ആളുകളുമായിട്ട് തർക്കിച്ചു, നേരത്തെ പറഞ്ഞ പോലെ തർക്കിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ നിഷ്കളങ്കനായ ഒരു സുഹൃത്ത് എനിക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ വളരെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളുമായിട്ട്. അപ്പോൾ ആ ഫ്രണ്ട് പിറകിൽ നിന്ന് തന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് എന്നോട് പറയാണ്, അവരോട് നമുക്ക് തർക്കിക്കാതിരിക്കുന്നതല്ലേ അതിൻ്റെ ഒരു നല്ലത്. ശരി, നമ്മൾ ഈ നാട്ടുകാരല്ലല്ലോ, അല്ലെങ്കിൽ നമുക്കങ്ങനെ തർക്കിക്കേണ്ട ആവശ്യമില്ല. അവരോട് തർക്കിക്കാതിരിക്കുന്നതല്ലേ നമുക്ക് നല്ലത്. ഹാഡ് വി ബെറ്റർ നോട്ട് ആർഗ്യൂ വിത്ത് ദം. ഹാഡ് വി ബെറ്റർ നോട്ട് ആർഗ്യൂ വിത്ത് ദം. അവരോട് തർക്കിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അവരോട് തർക്കിക്കാതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഹാഡ് വി ബെറ്റർ നോട്ട് ആർഗ്യൂ വിത്ത് ദം. അവരോട് തർക്കിക്കാതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അവിടെ ഒരു നോട്ട് കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. തർക്കിക്കാതിരിക്കുന്നതല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് നോട്ട് കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഹാഡ് വി ബെറ്റർ നോട്ട് ആർഗ്യൂ വിത്ത് ദം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരുവിധം യൂസേജുകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ, നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ പരമാവധി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, ഈ വീഡിയോസൊക്കെ തന്നെ നിങ്ങൾ കമൻറ്റുകളിലൂടെ ചോദിച്ചതിൻ്റെ പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.